സോയ് ചങ്സിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഇഷ്ടം പോലെ സോയ് ബോയ്സ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, നമ്മളൊരാൾക്ക് ഒരു ഡയറ്റ് കൊടുക്കാന്ന് വിചാരിക്കുക, അയാൾക്ക് മസിൽ ഗെയിൻ ചെയ്യാനാണ് അയാളുടെ ഇത്. നമുക്ക് ഒരു മെലിഞ്ഞ് ചെയ്യുന്ന ആളാണ്, അയാൾക്ക് അയാളുടെ ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് എല്ലാം ഒരു സോഴ്സിൽ നിന്ന് എടുക്കുന്നുണ്ട്. ദെൻ പ്രോട്ടീന്റെ സോഴ്സ് ആയിട്ട് അയാൾക്ക് ചിക്കൻ മാത്രമാണ് കൊടുക്കുന്നത് 3 മാസത്തേക്ക് എന്ന് വിചാരിക്കാം. അയാൾക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ബീഫാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം, മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ചിക്കൻ അല്ല, ബീഫ് അല്ല, ഇനിയിപ്പോ എഗ്സ് ആണ് കൊടുക്കുന്നത് വിചാരിക്കാം, മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ഫിഷ് ആണ് കൊടുക്കുന്നത് നോക്കാം, മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ഏതൊരു ആനിമൽ ബേസ്ഡ് ആയിട്ടുള്ള സോഴ്സ് ചെയ്യുന്ന അയാൾക്ക് ഒരു 100 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്ന രീതിയിൽ ഡയറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ഓഫ്കോഴ്സ് ഉറപ്പായിട്ട് അയാൾക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അയാൾക്ക് കിട്ടുന്നത് കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്, എല്ലാ അമിനോ ആസിഡ്സ് ഉള്ള പ്രോട്ടീൻ ആണ്, ക്ലാസ് എ പ്രോട്ടീൻ ആണ് കിട്ടുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇയാൾക്ക് ഈ പറയുന്ന പോലെ സോയ് ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കും, അയാൾക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും? ഇല്ല. സോയ് ചങ്ക്സ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സോ അത് പല വീഗൻസിനെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് അതിന്റെ ഒരു മെയിൻ പ്രോബ്ലം. അപ്പം എന്നിട്ടും ഇവരെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഒന്ന്, ഇവര് ഓൾറെഡി വേ പ്രോട്ടീനും ചിക്കനും ബീഫും മുട്ടയൊക്കെ കഴിക്കുന്നതിന്റെ ഒപ്പം ഒരു 50 ഗ്രാം സോയ് ചങ്ക്സ് കഴിച്ചിട്ട് ഈ 50 ഗ്രാം സോയ് ചങ്ക്സിനകത്തുള്ള 25 ഗ്രാം പ്രോട്ടീൻ അവരെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടതാണ് അവർ പറയുന്നത്. എങ്ങനെ ഇവർക്ക് ഈ 25 ഗ്രാം പ്രോട്ടീൻ ഇവരുടെ ബോഡിയിൽ അബ്സോർബ് ആയെന്ന് ഇവർക്ക് എങ്ങനെ മനസ്സിലാവുന്നത്? ഇവര് മറ്റേ മസിലിനകത്ത് എഴുതി കാണിക്കുമോ ഈ മസിൽ ഉണ്ടായത് സോയ് ചങ്ക്സ് കഴിച്ച പ്രോട്ടീനിൽ നിന്നാണെന്ന്? വെറുതെ ഒരിക്കലും അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. അവർ ഓൾറെഡി നല്ല ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ കഴിച്ച് അതിലൊപ്പം ഒരു 25 ഗ്രാം സോയിക്കകത്തുള്ള പ്രോട്ടീൻ ആഡ് ചെയ്തെന്ന് വിചാരിച്ച് അതിൽ നിന്ന് സോയിക്കകത്തുനിന്നാണ് അത് ബിൽഡ് ആയതെന്ന്, അല്ലെങ്കിൽ സോയ കൊണ്ട് അതിന് ബെനിഫിറ്റ് ഉണ്ടായതും ഒരു രീതിയിലും അവർക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ അവർ അതിനെ സപ്പോർട്ട് ചെയ്തു. സോ അത് വിശ്വസിച്ച് നിങ്ങൾ ഒരിക്കലും അത് വിശ്വസിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. വിശ്വസിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാം.